സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഒട്ടേറെ ഗൗരവമുള്ള വിഷയങ്ങൾ ചതുരംഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇത്തവണ നമ്മൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖല? ഏറെ അഭിമാനം കൊണ്ടിരുന്ന, രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ ഉയർന്ന രീതിയിൽ എന്ന് അഭിമാനിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾ എവിടെയാണ് വിദ്യയ്ക്കായി പോകുന്നത്? ഈ വിദ്യാഭ്യാസം പൂർത്തിയായവർ എങ്ങോട്ടാണ് പോകുന്നത്? ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമീപ നാളുകളിൽ. അടച്ചിട്ട വീടുകൾ, കേരളം വേണ്ട, വിദേശ രാജ്യങ്ങളിലേക്കാണ് കണ്ണ്. അവിടെ പഠനവും പിന്നീട് ജോലിയും അവിടെ തന്നെ സ്ഥിരമാക്കാൻ ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള മൂല്യനഷ്ടം, ഒരു 10, 20, 30 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആ മൂല്യങ്ങളിലൂടെയാണോ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നത് നമ്മൾ ഒരിക്കൽ കൂടി ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പറയാൻ കഴിവുള്ള 3 വ്യക്തികളെ നമുക്ക് അതിഥികളായി ലഭിച്ചിട്ടുണ്ട്. സിസ്റ്റർ ജസ്മി, മുഖവരുകളുടെ ആവശ്യമില്ല, സെൻറ്റ് മേരീസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു ഏറെക്കാലം. ഇപ്പോഴും പ്രഭാഷണവും എഴുത്തുമായി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സിസ്റ്റർ ജസ്മിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വർഗീസ് മാസ്റ്റർ, അദ്ദേഹം ഇപ്പോഴും അധ്യാപന രംഗത്തുണ്ട്. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. നിരന്തരം ഈ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബിന്ദു ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു നേരത്തെ. 1 മാസം മുമ്പാണ് അധ്യാപന ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തത്. ഹെഡ് മിസ്ട്രസ് ആയിരുന്നു വിരമിച്ചത്. ബിന്ദു ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം സിസ്റ്റർ ജസ്മിയിലേക്ക് തന്നെ വരാം. കാരണം സമീപ നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഒരു മാറ്റവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞു. ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് മേഖലയെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ തന്നെ, സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചിരുന്നവർ കളക്ടറായിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതോടൊപ്പം തന്നെ മൂല്യം നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷം കൂടി വരുന്നുണ്ട്. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലായാലും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, അത് CBSE എടുക്കുകയാണെങ്കിൽ പോലും മഴക്കാലത്തും നനഞ്ഞാലും കുഴപ്പമില്ല, ഷൂ ഇട്ട് വരണം. സ്കൂൾ ബാഗിൻ്റെ ഭാരം 12, 15 കിലോ, ഒരു മാനദണ്ഡവുമില്ലാതെ. എന്താണ് വേറെ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുകയും അതിലൂടെ അടുത്തിടപഴകുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു വല്ലാത്ത കാലമാണല്ലോ. നീറ്റ്, നെറ്റ്, കുംഭകോണം ആകെ തകർത്ത് നാഷണൽ ലെവലിൽ പോലും വിദ്യാഭ്യാസത്തെ തകർത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ചർച്ച വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇവിടെ കേരളത്തിലെ തന്നെ നോക്കുമ്പോഴും ക്വാളിറ്റേറ്റീവ് വിദ്യാഭ്യാസം, അവിടെയാണ് തകരാറ് വരുന്നത്. ഈ മൂല്യം എന്ന് പറഞ്ഞതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ A+ ഉള്ള കുട്ടികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ് ഓരോ വർഷം ചെല്ലും തോറും. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ പ്രശ്നമില്ല. ഇനി അതിലും ഈ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഭയങ്കര ചർച്ച ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികളുടെ മാർക്ക് എഴുതിയിട്ടില്ല. എന്തിനാണ് ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നത്? ഇവർ തമ്മിലുള്ള റൈവൽറി കുറയാൻ, ഒരു ഇക്വാലിറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ സമയത്ത് മാർക്ക് വേണമെങ്കിൽ വീണ്ടും ആ പഴയ ലെവലിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അഡ്മിഷൻ കിട്ടാത്തതെന്നുള്ള കാരണം, ഒന്ന് ലൊക്കാലിറ്റിക്ക് ഒരു 10 മാർക്ക് കൊടുക്കുന്നു അഡ്മിഷന്, അത് വലിയ ആവശ്യമില്ല, ലൊക്കാലിറ്റിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അതല്ലാത്ത കുട്ടികൾക്ക് സ്പോർട്സിൽ കിട്ടിയതിൻ്റെ, അല്ലെങ്കിൽ അവർ NSSന് പോയതിൻ്റെ, അതൊക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ പെട്ടതാണ്. അതിന് മാർക്ക് കൊടുക്കരുതെന്ന് പറയാൻ പറ്റില്ല. വെറും പഠിച്ചെഴുതിയ പരീക്ഷ അല്ലെങ്കിൽ 3 മണിക്കൂറിൻ്റെ പരീക്ഷ, അതിൽ ഈ കുട്ടിയുടെ ക്വാളിറ്റി കണ്ടെത്തിയിട്ട് ഫുൾ A+ എന്ന് പറയുന്നതിനേക്കാൾ ആ കുട്ടിയുടെ മറ്റ് കഴിവുകൾ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സ്പോർട്സ് കുട്ടികളെ ഞാൻ ഇൻ്റലിജൻസ് ഇല്ലാത്തവർ അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിരുന്നത്. കാരണം അവർ വല്ലപ്പോഴാണ് ക്ലാസ്സിൽ വരിക, പിന്നിലിരിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ അറ്റൻഡൻസ് ഫ്രീ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. ഈ സ്റ്റീഫൻ കോവേയുടെ ബുക്കിൽ പല ക്യൂകൾ, IQകൾ ഇറങ്ങിയപ്പോൾ PQ, ഫിസിക്കൽ കോഷ്യൻറ്റും ഒരു ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് എന്ന അറിവ് എനിക്ക് വളരെ ഏറെ പശ്ചാത്താപം ഉണ്ടാക്കി. ഞാൻ എൻ്റെ സ്പോർട്സ് കുട്ടികളെ വേണ്ടത്ര വിധത്തിൽ ബഹുമാനിച്ചില്ലല്ലോ. അവരും ഇൻ്റലിജൻ്റാണ് അവരുടെ ലെവലിൽ, ഫിസിക്കൽ കോഷ്യൻ്റ് ഉണ്ട് അവർക്ക്. പിന്നെ സ്പിരിച്വൽ കോഷ്യൻ്റ്, ഈ NSSനൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാത്ത, ക്ലാസ്സിൽ ഒന്നും അല്ലാത്ത കുട്ടിയായിരിക്കും അവിടെ ലീഡർ. അവളവിടെ ഒരു നേതൃത്വ പാഠവത്തിൽ മാനേജ് ചെയ്യണ കാണുമ്പോഴേ ആ കുട്ടിയുടെ കഴിവ് മുഴുവനും പുറത്തു വരുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് പോവും. ആ കുട്ടി ക്ലാസ്സിൽ ചിലപ്പോൾ ഗുണം ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച്, അതൊക്കെയാണ് ഈ കേരളത്തിൽ കുറവ് വന്നിരിക്കുന്നതെന്ന് ഞാൻ ആകെ കൂടി നോക്കുമ്പോൾ. ഈ കോഷ്യൻ്റുകൾ പലതരത്തിലുണ്ടെന്നും അതിനനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്യണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എന്തുകൊണ്ട് ടീച്ചേഴ്സിലും
കുട്ടികളിലും വരുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി ഒരു ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയും വർദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ചൊക്കെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുക എനിക്ക് പ്രൈവറ്റ് മാനേജ്മെൻറ്റിലാണ്. ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റിന് ദൈവത്തേക്കാൾ പവറാണ് എന്ന് എന്നോട് ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ അനുഭവിച്ചു പറഞ്ഞു. ശരിയാണ്. എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റുകൾ? അവർക്കിഷ്ടമുള്ള പോലെ പൈസ വാങ്ങണമെങ്കിൽ ഇഷ്ടം പോലെ പൈസ വാങ്ങി അവർക്ക് താല്പര്യമുള്ളവരെ അപ്പോയിൻ്റ് ചെയ്യണം. ഒരു PSC ടെസ്റ്റ് വഴിയൊന്നുമല്ല. അപ്പോൾ ക്വാളിറ്റി അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്, കുറയുകയാണ്. അത് കഴിഞ്ഞ് ഇനി പിരിച്ചുവിടണമെങ്കിലോ അവർക്ക് തോന്നിയാൽ പിരിച്ചുവിടാം. കാരണം ആരെ അപ്പോയിൻ്റ് ചെയ്യണോ അവർക്കാണ് പവർ പിരിച്ചുവിടാൻ. ശമ്പളം കൊടുക്കുന്നതോ പാവം സർക്കാർ. ഞാൻ പാവം തന്നെ പറയുകയാണ്. അത് മുണ്ടശ്ശേരിയുടെയും അന്നത്തെ ആ വിമോചന സമരത്തിൻ്റെയൊക്കെ ഇതിൽ ശമ്പളം സർക്കാർ കൊടുക്കണോ എന്നൊരു തീരുമാനം വന്നതോടുകൂടി ഇവർ രാജാക്കന്മാരായി മാറി. ഇവർ ദൈവത്തെക്കാൾ പവറുള്ളവരായി. ഈ അപ്പോയിൻ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യാനൊരു മാർഗ്ഗമില്ല. ഇനി അഥവാ ഞങ്ങളുടെയൊക്കെ കോളേജുകളിൽ ഇവാലുവേഷൻ ഷീറ്റുകൾ കുട്ടികളെ കൊണ്ട് ഒരു വർഷം അവസാനിക്കുമ്പോൾ ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനെയർ കൊടുക്കും. അത് നോക്കും, മാനേജ്മെൻറ്റും നോക്കും. കണ്ടുപിടിച്ചു ഇന്ന ടീച്ചേഴ്സ് തീരെ കൊള്ളില്ല എന്ന്. എന്ത് നടപടി എടുക്കാൻ പറ്റും? അവരെ വിളിച്ച് ഉപദേശിക്കാൻ പറ്റും. അത്രമാത്രം. അപ്പോൾ ഈ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടണം. ഇനി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈ അഡ്മിഷൻ ഇപ്പോൾ ഞാൻ പറയില്ല മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കൊടുക്കാവൂന്ന്. എല്ലാം നോക്കണം. ഈ ഹോളിസ്റ്റിക് അഡ്മിഷൻ നടക്കട്ടെ. മാർക്ക് മാത്രം നോക്കി കയറി ഫുൾ A+ കിട്ടിയ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് എന്ന് പറയുന്നത് അവർക്ക് വേറെ എവിടെയൊക്കെയോ കുറവുകളുണ്ട്. ആ പ്ലസ് കിട്ടേണ്ട മാർക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് പോയത്. അപ്പോൾ അതിനെ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ ഒരു കുട്ടിയെ ഹോളിസ്റ്റിക് ലെവലിൽ പരിശീലിപ്പിച്ചെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഒപ്പം തന്നെ സംവിധാനങ്ങളെക്കുറിച്ചും ഏറെ പരാതികൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ സമീപ നാളുകളിലുള്ള നിരവധി സമരങ്ങളിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ താങ്കൾക്കത് പറയാൻ കഴിയും? നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുൻ വർഷങ്ങളിൽ നമുക്ക് ആർജിച്ചെടുത്ത ഒരു ക്വാളിറ്റി, കേരളത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളും നോക്കിക്കണ്ട ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സർക്കാർ തലത്തിൽ കുറേ കെട്ടിടങ്ങളുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ സ്കൂളുകളിൽ അധ്യാപകരെ കൃത്യമായിട്ട് സ്ഥിരമായി അധ്യാപകരെ പോസ്റ്റ് ചെയ്യപ്പെടണം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ അധ്യാപകരിങ്ങനെ ട്രാൻസ്ഫറുകളാണ്. അവർക്ക് ട്രാൻസ്ഫർ വെച്ചിട്ട് അത് സ്റ്റേ കൊടുക്കുക. കുറേ പേര് എവിടെയാണെന്ന് പോലും നിശ്ചയമില്ലാത്ത രീതിയിലാണ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരെ സ്ഥലമാറ്റമൊക്കെ. പല സ്കൂളുകളിലും ഡെയിലി വേജസിനാണ് അധ്യാപകരെ വെച്ചിരിക്കുന്നത്. അതൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. പിന്നെ എയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ ടീച്ചർ പറഞ്ഞ ഒരു വിഷയം, അവിടെയൊക്കെ പലപ്പോഴും പൈസ വാങ്ങിച്ചിട്ടുള്ള അധ്യാപകരെ വയ്ക്കുന്നു എന്നുള്ള വിഷയമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ സർക്കാർ കുറേ കാര്യങ്ങളൊക്കെ കേട്ടെറ്റും സെറ്റൊക്കെ ഒരു ടെസ്റ്റിലൂടെ നടത്തിയിട്ട് തന്നെയാണ് അധ്യാപകരെ വയ്ക്കുന്നത്. പക്ഷേ അതിലുണ്ടാകുന്ന ഇങ്ങനെ പൈസയുടെ മാനദണ്ഡം ഒഴിവാക്കിയിട്ട് വേണം അധ്യാപകരെ വയ്ക്കാൻ. ഇപ്പോൾ ഞങ്ങളുടെ ഇരിങ്ങാലക്കുട രൂപതയിലൊക്കെ ഒരു പൈസ പോലും വാങ്ങുന്നില്ല അവരെ വയ്ക്കാൻ വേണ്ടിയിട്ട്, അധ്യാപകരെ വയ്ക്കാൻ. അത്രയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മൂല്യാധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസത്തെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കുടുംബത്തിൽ നിന്ന് വരുന്ന ആ മൂല്യാധിഷ്ഠിതമായ ഒരു രീതി കുട്ടികളെ ആദ്യമേ തന്നെ അവരെ LKG UKGയിലേക്ക് വിടുമ്പോൾ തന്നെ അവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെന്ന് ഉദ്ദേശിക്കുന്ന മാതാപിതാക്കളുടെ മനോഭാവമൊക്കെ അവരുടെ പഠനങ്ങളിലൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അവരെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അവരായിട്ട് ഇടപഴകാനോ ശ്രമിക്കാതെ അവരെ കുട്ടിയെ ഏറ്റവും മാർക്ക് വാങ്ങി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികൾക്ക് കേരളത്തിലെ സ്ഥിതിയിൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതിനനുസരിച്ച് തുടർ പഠനങ്ങൾക്ക് ചെല്ലുമ്പോൾ പോലും ആ ക്വാളിറ്റി കിട്ടുന്നില്ല. പിന്നീട് അവരൊക്കെ പുറത്തേക്ക് പോകുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ പുറത്തേക്കും പോകുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം അധ്യാപകരുടെ ഭാഗത്തു നിന്നും പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് മാറി കുറച്ചും കൂടിയൊക്കെ ആ കുട്ടിയുടെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി എങ്ങനെയെങ്കിലും സ്കൂളിൽ റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കൊക്കെ വരുന്നുണ്ട് വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു ക്വാളിറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് ആ സർക്കാർ സംവിധാനത്തിൽ സ്ഥിരമായി അധ്യാപകരെ വയ്ക്കണം. അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് ലഭിക്കണം. വിദ്യാർത്ഥികൾക്ക് അതിന് വേണ്ടുന്നുള്ള രീതിയിലേക്കുള്ള സിലബസ് കൃത്യമായിട്ട് പോകണം. സിലബസിലും പലപ്പോഴും പല രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെന്നുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള സിലബസിലേക്ക് അവരുടെ ടോപ്പിക്സിലേക്ക് വരുന്നില്ല. ഇതൊക്കെ ഇവരുടെ ഈ ഗുണനിലവാരത്തെ ബാധിക്കുന്നുണ്ട്.
ബിന്ദുചേരിക്ക് വരികയാണെങ്കിൽ ഈ ചില കുട്ടിക്കാലത്തുള്ള അവരുടെ പ്രത്യേക ചില മേഖലകളിൽ അവർ സിസ്റ്റർ ജസ്മി പറഞ്ഞ പോലെ തന്നെ ചില മേഖലയിൽ അവർ വളരെ തെളിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ റീസ് മാഷ് പറയുകയുണ്ടായി, അധ്യാപകരല്ല രക്ഷിതാക്കളാണ് ഒരു പരിധിവരെ അവരുടെ ഇഷ്ടങ്ങളെ വിട്ട് ഡോക്ടറാവണം, എഞ്ചിനീയർ ആകണം എന്നുള്ള രീതിയിൽ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഈ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ചിലരെങ്കിലും ഈ മേഖലയിൽ ശോഭിക്കുമെന്ന് കരുതിയിട്ടുള്ളവർ പിന്നീട് ആ രീതിയിലല്ലാതെ അവരുടെ ഇഷ്ടത്തിനല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പങ്കുവയ്ക്കാനുണ്ടാവില്ലേ? അതുപോലെ ഉണ്ട്, ധാരാളമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളാണ് കുട്ടികളെ അവരുടെ കാഴ്ചപ്പാടിലാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്നും വളരെയധികം മാറ്റം കുട്ടികൾ വലുതായി വരുമ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില കുട്ടികൾ അത് തന്നെ വരും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു 38 കൊല്ലത്തെ സർവീസിൻ്റെ ഇടയിൽ പല കുട്ടികളും അവർ പറഞ്ഞ ആ വ്യൂവിൽ തന്നെ പോയിട്ട് പല ജോലികളിലും എത്തിപ്പെട്ടവരുണ്ട്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി അവന്നില്ല കേട്ടോ, അതൊരു വലിയൊരു ദുഃഖമാണ്. അവൻ ചെറുപ്പത്തിലേ പറഞ്ഞിരുന്നു ഞാനൊരു ആനക്കാരനാവണം അവൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ ഒരു ആനക്കാരനായിരുന്നു. ഞാൻ പലപ്പോഴും അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. അപ്പോൾ 7ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അവൻ്റെ ആ കാഴ്ചപ്പാടിൽ മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ട് അവൻ മാറിയില്ല. അവൻ ശരിക്കും ആനക്കാരൻ തന്നെയായി മാറി. അപ്പോൾ അതേപോലെ ചില കുട്ടികളുണ്ട് അവരുടെ ഉള്ളിലുള്ള അടിസ്ഥാനപരമായ ആ തീരുമാനത്തിന് ഒരു മാറ്റം വരാണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതിനേക്കാൾ വിട്ട് പല കുട്ടികളും അവരുടെ താല്പര്യത്തിനെ മാറ്റിമറിച്ചുകൊണ്ട്, അതായത് രക്ഷിതാക്കൾ പറയാണ് നീ ഇന്നതിന് പോകണം, ആ രീതിയിൽ തിരിച്ചു വിട്ടിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഒരു പക്ഷേ ആ മേഖലയിൽ ഒരിക്കലും ശോഭിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ വേറെയാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ എന്തെങ്കിലും ആയാൽ മതി എന്നുള്ള പോണ രീതിയിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഇവരുടെ ഈ ആഗ്രഹങ്ങളെല്ലാം LP UP തലങ്ങളിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാറ്റങ്ങൾ വരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല കുട്ടികളും ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ മാറി പോയ കുട്ടികളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു ഗുണനിലവാരത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ മാഷ് പറയേണ്ടായി ഇരിഞ്ഞാലക്കുട രൂപതയിലൊന്നും പൈസ വാങ്ങാതെ തന്നെ നിയമിക്കുന്നത്. എന്തുകൊണ്ട് ഈ നിയമനം PSCക്ക് വിട്ടുകൂടാ? എയ്ഡഡ് മേഖലകളിലെ നിയമനം PSCക്ക് വിട്ടാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ക്വാളിറ്റി ടീച്ചേഴ്സ് കാര്യം നമ്മൾ എന്തൊക്കെ നമ്മൾ എന്താ പറയുക ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വാശി പിടിച്ച് പറയുകയാണെങ്കിലൊക്കെയും നമ്മൾ എയ്ഡഡ് മേഖലയിലെ ടീച്ചർമാരേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ള ടീച്ചർമാർ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് മേഖലയിലെ ടീച്ചർമാർ. എന്താണെന്ന് വെച്ചാൽ അവർ ആ ടെസ്റ്റ് എഴുതി പാസ്സായി വരുന്നതാണ്. പല കഴിവുകളുള്ളവരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പൈസയുടെ നേരത്തെ പറഞ്ഞതുപോലെ പണത്തിന് മുൻതൂക്കം കിട്ടിയ ആരാണോ ലേലം വിളിയാണ്. ഇപ്പോൾ ഞാൻ 30 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ ടീച്ചർ 35 ലക്ഷം കൊടുക്കാൻ പറഞ്ഞാൽ ടീച്ചർക്കാണ് ജോലി കിട്ടുക. അപ്പോൾ അവിടെ 30 അല്ല 70 80 ഒരു കോടിയിലൊക്കെ ഉണ്ട്. അതുണ്ട്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് 30-35 ഹയർ സെക്കൻഡറിയിലൊക്കെ 75 1 കോടിയും ഒക്കെ മേടിക്കുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ലേലം വിളിയാണ്. അപ്പോൾ ആ ലേലം വിളിച്ച് വരുന്ന ടീച്ചർ എങ്ങനെയാണ് ഞാൻ അത്രയും കാശൊക്കെ കൊടുത്തല്ലേ ജോലിക്ക് വന്നത്, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതി, അതിന് വിട്ട് അങ്ങോട്ട് വേണമെന്നില്ല. ആ ടീച്ചർക്ക് ഒരു പക്ഷേ ഈ കുട്ടികളോട് മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ആത്മാർത്ഥത 1 കോടി രൂപ കൊടുക്കാനുള്ള സാമ്പത്തിക അടിത്തറയിൽ നിന്ന് വരുന്നവരാണ്. അതന്നെ, അവരതേ ഒരു സ്റ്റേജിലാണ് സ്കൂളിലേക്ക് വരിക. ആ ടീച്ചർ എന്ന പദത്തിൻ്റെ ഒരു അർത്ഥം പോലും അവർ ചിലപ്പോൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. മാത്രമല്ല അവർ രാവിലെ ഒടുത്തൊരുങ്ങി വന്ന് അതിനൊക്കെ വന്ന് ആ രീതിയിലൊക്കെ വന്ന് കുട്ടികളെ മുമ്പിലൊക്കെ കണ്ട് എന്തോ ചെയ്തു പോയി, ഇത്രയേ ഉള്ളൂ. ഒരു ആത്മാർത്ഥ കുട്ടികളോട് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് വളരെ കുറവാണ്. അത് നമുക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PSCക്ക് ഈ നിയമനം വിടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഗുണമേന്മ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഈ ഗുരുശിഷ്യ ബന്ധത്തിലൊക്കെ ഏറെ പവിത്രതയോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അധ്യാപിക ഗുരുവായൂർ മേഖലയിലുള്ള ഒരു സർക്കാർ വിദ്യാലയത്തിലെയാണ്. അവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 8, 9, 10 പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു ബെഞ്ചിൽ നിന്ന് അടുത്ത ഡെസ്കിലേക്ക് കാല് കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു കൂട്ടർ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ ചോദിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാൻ ഇപ്പോൾ അവർക്ക് ധൈര്യമില്ല. തിരിച്ച് ചിലപ്പോൾ വളരെ മോശമായി സംസാരിക്കും, അല്ലെങ്കിൽ ഒരു സമരത്തിലേക്കാവും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വന്ന് നിങ്ങൾ എന്തിനാണ് എൻ്റെ മോനെ അങ്ങനെ ചോദ്യം ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു അധ്യാപകനെ കണ്ടാൽ വിറയ്ക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഗുണവും ഉണ്ടായിരുന്നു. ഒരു കുറേ കാലം അധ്യാപികയായിരുന്ന ഒരു വ്യക്തിയാണ്. എന്ത് തോന്നുന്നു ഈ മാറ്റം? ഈ ഗുരുശിഷ്യ ബന്ധത്തിന് കുറേയേറെ ഒരു ടീച്ചേഴ്സിൻ്റെ ഡീലിങ്ങിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ അന്ന് പഠിപ്പിച്ചിരുന്ന കാലത്ത്, അന്ന് പറയാൻ അത്ര ദൂരമല്ല എങ്കിലും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് വാദിക്കാൻ
ഞാനൊരു ഉപകരണമായിരുന്നു. അതായത് അവരെ മനസ്സിലാക്കാനും ഇനി അവരെ കുറേ സംശയങ്ങൾ, ഞങ്ങളുടെ ഫൈനാണോ ഇവിടെ ടാറിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെന്ന് മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, നമ്മൾ ടാറിടാൻ എവിടുന്ന, പല നമ്മൾ മാനേജ്മെൻറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് ഈ സംവാദം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അല്ല മക്കളെ, നിങ്ങളുടെ ഫൈൻ ആകെ കൂടി ഇത്രയും 10,000 ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ടാറിടാൻ 1.5 ലക്ഷം വന്നു, നമ്മൾ അതിൽ നിന്ന് എടുത്തത് നിങ്ങളുടെ ഫൈനിൽ നിന്നല്ല കേട്ടോ. ആ ഒരു സംവാദത്തിന് നമ്മൾ തയ്യാറാകുന്നു. അവരെ എപ്പോഴും ഞാൻ രക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഓൺലൈനിലൂടെയൊക്കെ എന്നെ തെറി പറയുന്നവരുടെ മുന്നിലേക്കൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് വന്നത്, അവരെന്നെ രക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ അകത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള ടീച്ചർ എന്നുള്ള പവർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരെ രക്ഷിക്കാൻ നോക്കി. അപ്പോൾ ഇപ്പോൾ അവരെന്നെ രക്ഷിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത് നടന്നപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി, അവരെൻ്റെ രക്ഷകരായി മാറിയത് ഓരോരുത്തും വന്നിട്ട്. എന്ന് മാത്രമല്ല, ഞാൻ ഒരു ചോദ്യം സാധാരണ നിലയ്ക്ക് ചോദിക്കുന്നു, ഒരു സ്കൂളിൻ്റെ കേന്ദ്ര ബിന്ദു ആരാണ്? പൊതുവേ ഒരു ധാരണയുണ്ട്, പ്രിൻസിപ്പലാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ്. അവരുടെയൊക്കെ വിചാരം അവരാണ് ഈ കോളേജിൻ്റെ വലിയ ആൾക്കാർ, മറ്റേ കുട്ടികൾ താഴേക്കട. സത്യത്തിൽ ഈ കുട്ടികളില്ലായിരുന്നെങ്കിൽ സ്കൂളുണ്ടോ, പ്രിൻസിപ്പലുണ്ടോ, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ഉണ്ടോ, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് ഉണ്ടോ, ടീച്ചിങ് ഉണ്ടോ? അവരാണ് കേന്ദ്രബിന്ദു എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, അതേ പ്രിൻസിപ്പൽ വരുന്നു, അപ്പോഴേക്കും ഡോറ് തുറന്നു പിടിച്ചു, അവരെ എങ്ങനെ ആനയിച്ചു. ഈ ടീച്ചേഴ്സും ഈ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാനിവിടുത്തെ ഏതോ അധിപയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നാൽ കുട്ടികൾ കാല് ഡെസ്കമ്യം വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇന്നത്തെ കാലത്ത് പ്രതികരിക്കുന്ന കുട്ടികളാണ്. പക്ഷേ നമ്മൾ അതല്ല, അവരുടെ അമ്മയാണ്, അല്ലെങ്കിൽ ചേച്ചിയാണ്, ചേട്ടനാണ്, അപ്പനാണ് എന്നുള്ള ഒരു ഹൃദ്യതയോടുകൂടി അവരോട് പെരുമാറിയാൽ ഒരുപാട് വ്യത്യാസം അവരിലും വരും. ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് ട്രെയിനിങ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്? യെസ് പറയാൻ. അതാണ് ഡിസിപ്ലിൻ. എന്തുകൊണ്ടാണ് ചില സ്കൂളിലും കോളേജുകളിലും കുട്ടികളെ കൊണ്ട് മാതാപിതാക്കളെ ചേർത്തുന്നത്? ICSE CBSE ഒക്കെ അവിടെയൊക്കെ കൊണ്ടുവന്നത് ആ കെട്ടും മട്ടും, ആ ഒരു യൂറോപ്യൻ സ്റ്റൈല്. പിന്നെ ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ എന്ന് പറയണത് ഇങ്ങനെ വിരൽത്തുമ്പിൽ ഇവരെ നിർത്തുന്ന പട്ടാളച്ചിട്ടയാകരുത്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ പ്രോബ്ലമായി. കുട്ടികളെ ഞാൻ പറയുന്നത്, പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. എങ്ങനെ നോ പറയണം, എപ്പോൾ പറയണം, ഏത് സാഹചര്യത്തിൽ പറയണം എന്നുള്ള ട്രെയിനിങ് വീടുകളിൽ നിന്ന് അവർക്ക് കഴിയുന്നതും കിട്ടില്ല. ഈ സ്കൂളുകളിലും കോളേജുകളിലുമാണ് ആ ട്രെയിനിങ് കൊടുക്കേണ്ടത്. യെസ് പറയാൻ അത്ര വിഷമമില്ല, കൂട്ടത്തിക്കോടെ പോയാൽ മതി. എല്ലാവരും യെസ് പറഞ്ഞു, എല്ലാവരും എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോൾ എണീറ്റ് നിൽക്കാനും, നോ പറയാൻ ഉള്ള കുട്ടികളുടെ ഉള്ളിലുണ്ടാനോ അതവർ പറഞ്ഞ് ശീലിക്കട്ടെ. പറഞ്ഞ് നമുക്കവിടെ തിരുത്താൻ പറ്റുമോ, അവരെ സ്നേഹിച്ച് അവരെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആ ഡീലിങ്സിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉള്ള കാലത്ത് തന്നെ നക്സലൈറ്റ് അനുഭവമുള്ള ഒരു കുട്ടിയാണ് അന്ന് കോളേജിലെ യൂണിയൻ ചെയർപേഴ്സണായി മാറിയത്. അവൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, എൻ്റെ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ബിഷപ്പ് കുണ്ടുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, എന്താണ് ഈ കേൾക്കണേ, നക്സലൈറ്റ് കുട്ടി സെൻറ്റ് മേരീസ് കോളേജിൻ്റെ യൂണിയൻ ചെയർപേഴ്സണാവേ, അത് ജസ്മിക്ക് തിരുത്താൻ പറ്റില്ലേ? പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കര നന്മയുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞ് അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ കുഞ്ഞാടായിട്ട് തിരിച്ചു പോകണതാണ്. അങ്ങനെ അവളെ എനിക്ക് ആ ഒരു വർഷം കൊണ്ടു നടക്കാൻ പറ്റി. ആ ഒരു ഡീലിങ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടികൾക്ക് 1-ാം സ്ഥാനം കൊടുത്ത് അവരുടെ രൂപീകരണത്തിനാണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ നിലകൊള്ളുന്നത്. ആ ഒരു മനസ്സ് എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഉണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സിസ്റ്ററിൽ നിന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ കാലം മാറി, കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ ഈ അധ്യാപകർ ഒരു ഭയപ്പാടോടുകൂടിയാണ് നീങ്ങുന്നത്. പഴയ രീതിയിലുള്ളൊരു ഊഷ്മള ബന്ധമില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. അതിൽ പല കാരണങ്ങൾ പറയാം. ഇപ്പോൾ വളരുന്ന ഒരു ചുറ്റുപാടുകളും ലഹരി ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്താണ് നിലവിൽ അധ്യാപന രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ പറയാനുള്ളത്? എനിക്കിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ പ്രിൻസിപ്പലായിട്ട്, ഇപ്പോൾ മാളയിലായിരുന്നു ഓൾറെഡി പ്രിൻസിപ്പലായിട്ട്, ഇപ്പോൾ ഞാൻ മുറക്കനാടാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തെ വിട്ട് ഇപ്പോൾ ഓരോ വീടുകളിലും കുട്ടികളുടെ എണ്ണം കുറവാണ്, 1-2 പേരുള്ളൂ. ആ കുട്ടികളെ മാതാപിതാക്കൾ ലാളിക്കുന്നു. അവരുടെ അരുമയായിട്ടുള്ള കുട്ടിയാണ് അവർ സ്കൂളിലേക്ക് വിടുന്നത്. പണ്ട് നമ്മൾ കുട്ടികളെ അടിച്ചാൽ പ്രശ്നമില്ലാത്ത അവിടെ 5-6 കുട്ടികളുണ്ട്. അവർ ഒരെണ്ണത്തിന് അടി കൊടുത്താലും മാതാപിതാക്കൾക്ക് വിഷയമല്ല. അടിക്കണമെന്ന് പ്രത്യേകം സ്കൂളിൽ പറയുമായിരുന്നു പണ്ട്.
ടീച്ചർമാരുടെ അടുത്ത് പണ്ട് കാലത്ത് അടിച്ചു വളർത്തണം എന്ന് പറയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അടിക്കണം എന്നുള്ളൊരൊറ്റ നിലപാടൊന്നും അധ്യാപകർക്കില്ല. എൻ്റെ നിലപാട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ശിക്ഷണം നൽകണം. അത് ശിക്ഷയല്ല, ശിക്ഷണങ്ങൾ കൊടുക്കണം. തെറ്റ് തെറ്റാണെന്ന് പറയുകയും ശരി ശരിയാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം കുറേ മൊബൈലിൽ ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി, അവർ ലാളിച്ചു, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി. മൊബൈലിൻ്റെ ഒരു കൺട്രോള്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കൺട്രോളൊക്കെ വന്നതോടുകൂടി ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടി അധ്യാപകനെ ആ പഴയ കാലത്ത് കാണുന്ന രീതിയിലുള്ള റെസ്പെക്റ്റോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ കാലൊക്കെ എടുത്ത് ഡെസ്കുമ വയ്ക്കുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോഴും അവർക്ക് തെറ്റാണെന്ന് തോന്നാത്തതിന് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറേ ചീത്തയും തെറി പറയുന്നത്, ഇപ്പോൾ സിനിമകളിൽ അടക്കം ചീത്തയും തെറി പറയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിനെ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ കാലത്ത് അധ്യാപകരെ പോലെ തന്നെ എനിക്ക് എൻ്റെ ബോധ്യത്തിൽ ഒരുപാട് അധ്യാപകർ വളരെ സിൻസിയറായിട്ട് അവർ വീട്ടിലെ സമയം, അവരുടെ വീട്ടിലെ പ്രവർത്തനങ്ങൾ കുറച്ച് ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മണിക്കൂറെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലാണ് ഇടപഴകുന്നത്. അത്രയും ഡെഡിക്കേറ്റഡായ ടീച്ചർമാർ ഈ കുട്ടികളെ പുറകെ നിന്നുകൊണ്ട് കൗൺസിലിംഗ് നടത്തി, അവർ മെൻറ്ററിങ് നടത്തി, അവരെ സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സമൂഹം അധ്യാപകരെ ആ രീതിയിൽ കാണുന്നില്ല. സമൂഹം ഇപ്പോഴും അധ്യാപകരെ ശമ്പളം വാങ്ങുന്നവരായിട്ടാണ് ആ ഒരു ഇപ്പോഴും. അത് കുറച്ച് കാലങ്ങൾ കൊണ്ടുണ്ടായതാണ്. അത് സമൂഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഡീവിയേഷനിലൂടെ പോയി ഈ ജോലി എന്ന നിലയിലായി പോയി. അധ്യാപനം എന്ന് പറഞ്ഞ ഒരു വലിയ പരമായ ഒരു അതിൽ എനിക്ക് മുമ്പൊക്കെ അധ്യാപനം ഒരു സമർപ്പണത്തോടു കൂടി സമീപിച്ചിരുന്ന കുറേ വ്യക്തികളുണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ 50 ലക്ഷവും 1 കോടിയും കൊടുത്തുകൊണ്ട് അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് ചിന്തിക്കുന്നവർ വരുമ്പോൾ എങ്ങനെയാണ് ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? പക്ഷെ അത് അവിടെ പറയുന്നത് ഒരു ചെറിയ മൈനോറിറ്റിയാണ്. ഈ പൈസ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ്. സിംഗിൾ മാനേജ്മെൻറ്റുകളിലാണ് കുറച്ച് അപൂർവതയൊക്കെ സംഭവിക്കണേ. അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. ആ കൊടുത്തതുകൊണ്ട് ആ ഒരു വാശിയോടുകൂടിയൊന്നും അല്ല പലപ്പോഴും സ്കൂളുകളിൽ എനിക്ക് തോന്നുന്ന അധ്യാപകർ ഇല്ലാത്തത് കൊണ്ടല്ല കൊടുക്കുന്നത്, അതിനുള്ള നിവൃത്തി ഉണ്ടായിട്ടാണ് കൊടുക്കുന്നത്. നിവൃത്തിയില്ലാന്ന് വെച്ചാൽ ഇത് കൊടുക്കേണ്ടി വരുന്നല്ലോ ജോലിക്ക്, അതുകൊണ്ട് കൊടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ആരും കൊടുക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാം PSCക്ക് വിടുന്നതൊക്കെ നല്ല സ്വപ്നമാണ്, നല്ല കാര്യമാണ്. പക്ഷെ സർക്കാരിനെ കൊണ്ട് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുക, അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിനോട് പറ്റുന്നില്ല. ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ തന്നെ ഒരുപാട് കിഫ്ബി ഫണ്ട് എടുത്ത് ആ കടമാണ് ഇപ്പോൾ സർക്കാരിന് ബാധ്യതയായിട്ട് കേന്ദ്രത്തിന് മുന്നിൽ നിൽക്കണേ. അപ്പോൾ സർക്കാർ ഈ എയ്ഡഡ് സ്കൂളുകളൊക്കെ ഏറ്റെടുത്ത് സർക്കാർ PSC വഴി വെച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഈ സ്കൂളുകൾ തന്നെ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ പെയിൻറ്റിങ്ങും അതൊക്കെ ക്ലാസ് റൂം നീറ്റാക്കി ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുണ്ടാവും. ഓരോ വർഷം കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡ് പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സർക്കാർ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് പക്ഷമായിട്ടാണ് കുറേ നിയമങ്ങൾ, ബാലാവകാശ കമ്മീഷനായാലും മനുഷ്യാവകാശ കമ്മീഷനായാലും. അധ്യാപകർ ഒരു തെറ്റ് ചെയ്ത് ആ കുട്ടീനെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്താൽ ആ അധ്യാപകനെതിരെ നടപടി എടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നിലപാടുകളൊക്കെ പോണേ. വളരെ നിസ്സഹായനാണ്. അധ്യാപകനെതിരെ കോടതിയിൽ ചെന്ന് കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അധ്യാപകൻ പിന്നെ കുട്ടികൾ തെറ്റിനെ പിടിക്കുമോ? ഈ കോഴിക്കോട് ഇതുമായി സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷയത്തിൽ അധ്യാപകൻ നല്ല രീതിയിൽ ഇടപെട്ടു, പക്ഷേ അധ്യാപകൻ കോടതിയിൽ പോകേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പൊതുവായി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭയപ്പാടോടുകൂടി നിങ്ങളുടെ ഒരു സ്ഥിതിവിശേഷം. അതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഭാഗ്യം തന്നെയാണ്. അതായത് ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അധ്യാപകരെ സമൂഹം ആ രീതിയിൽ കാണുന്നു. പക്ഷെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപകനെ സമൂഹം അറിയണില്ല. അധ്യാപകർ സമൂഹമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വീട് പോലും ആരുടെയാണ് എന്നുള്ള കാര്യം ആ സ്കൂൾ അധ്യാപകർക്ക് അറിയണില്ല. ആദ്യകാലത്ത് പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു വിദ്യാലയം, അതേപോലെ തന്നെ അധ്യാപകനും. ഇപ്പോൾ നാട്ടിലൊരു പ്രശ്നം വന്നാൽ ആദ്യം ഓടി വരിക അധ്യാപകൻ്റെ അടുത്തേക്കാണ്. ആദ്യകാലത്ത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ എവിടേക്കാണ് വീടുകളിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ആദ്യം പോയിട്ട് മാഷോട് പറയുക എന്താ വേണ്ടത്, നമ്മൾ പരിഹരിക്കുക. മാഷാണെങ്കിൽ ഒരു സമൂഹത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം മാഷ് അവിടെ എത്തിയിരിക്കും. പക്ഷേ ഇന്ന് പറഞ്ഞാൽ സ്വന്തം ക്ലാസ്സിൽ പിന്നെ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മൂമ്മയോ മരിച്ചാൽ പോലും ആ വീട്ടിലേക്ക് പോകണമെന്ന് ചിന്ത ഇപ്പോഴത്തെ അധ്യാപകർക്കില്ല. അതെനിക്ക് തോന്നണേ ആദ്യത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
ഇപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 38 കൊല്ലമായല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുന്ന കുട്ടിക്ക് ചോറ് പകുതി നൽകിയിരുന്ന അധ്യാപകർ ആ കഥകൾ ഇപ്പോൾ സമൂഹ മാധ്യമം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അതുണ്ടായിരുന്നു വരില്ല. നമ്മൾ അതാണ് കണ്ടു വളർന്നത്. നമ്മളിപ്പോഴും ഞാൻ സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും നോക്കിയിട്ട് ഏതെങ്കിലും കുട്ടി ഭക്ഷണം കഴിക്കാത്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടാൽ ആ കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്താൽ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്നത്തെ ടീച്ചേഴ്സ് പലരും അത് നോക്കണില്ല. കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണു പോരുന്നു, ആരെങ്കിലും കഴിക്കാതിരിക്കുന്നുണ്ടോ, അത്തരമൊരു എന്താ പറയുക തീക്ഷ്ണമായ ഒരു ശ്രദ്ധ അങ്ങനെ വരുന്നില്ല എന്ന്. അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യകാലത്ത് ഇപ്പോഴത്തെ അധ്യാപകർക്ക് അങ്ങനെ സമൂഹത്തിനോ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടിയുടെ നമുക്ക് എന്താ ഒരു കുട്ടി മനസ്സിൽ വന്നാൽ ആ കുട്ടിയുടെ വീട് ചുറ്റുപാട് എല്ലാം നമുക്ക് അപ്പം തെളിഞ്ഞു വരും നമ്മുടെ മനസ്സിൽ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല. കുട്ടിയുടെ വീട് ഏതാണെന്നോ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ ഇതെല്ലാം നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ആ രീതിയിൽ കുട്ടിക്ക് വേണ്ട ട്രെയിനിങ് നൽകാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. പിന്നെ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണും അതേപോലെ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ +2 സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറിൻ്റെ കയ്യുമ്മേ ഇപ്പം മരിച്ച സംഭവം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ എനിക്ക് അനുഭവമുള്ള ടീച്ചറാണ്. ആ ടീച്ചർ കുട്ടിയുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ കുട്ടിയുടെ പോക്കറ്റിൽ കൈയിട്ടു. എടുക്കാൻ വേണ്ടിയിട്ടാണ് കൈയിട്ടത്. കുട്ടിക്ക് ടീച്ചർമാർക്ക് എല്ലാ കുട്ടികളും സ്വന്തം മക്കളെ പോലെയാണ്. ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വേർതിരിവില്ല. ആ കൈ ഇട്ട കൈയിനെ കുട്ടിയുടെ ഒറ്റ അടിയാണ്. കൈ ഒടിഞ്ഞു. ടീച്ചറിൻ്റെ കൈ ഒടിഞ്ഞിട്ട് പരാതി ഇത് അറിഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു എനിക്ക് പരാതി ഇല്ലയെന്ന്. ഒരു പക്ഷേ ആ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടീച്ചറിന് നാളെ ജീവഹാനിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പേടിയാണ്. സമൂഹത്തിനെയും ആ ഒരു മാറ്റമാണ് നമ്മൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലെനിക്ക് ഈ വിഷയത്തിൽ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ അധ്യാപകർ എന്തുകൊണ്ട് അങ്ങനെ ആകണു എന്നുള്ള വിഷയം നമുക്ക് പറയണമല്ലോ. അധ്യാപകർക്ക് ഈ പറഞ്ഞോണം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടിയുടെ പോക്കറ്റിൽ കൈയിടാൻ അത്രയും സിൻസിയർ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴുണ്ടാകാവുന്ന മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ അധ്യാപകർ പതുക്കെ പിൻവലിയുന്നു. പിന്നെ അധ്യാപകർക്ക് ഇങ്ങനെ കുട്ടികളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ സമൂഹത്തുമായി ഇടപെടാൻ പറ്റാത്തൊരു സ്ഥിതി വരാൻ കാരണം അധ്യാപകരുടെ ഒരു ജോലിയുടെ ഒരു സ്വസ്ഥതയില്ല, സുരക്ഷിതത്വമില്ല. കുട്ടികളാണ് ഇപ്പോഴത്തെ വിഷയം. കുട്ടികളില്ലെങ്കിൽ ഉടൻ തന്നെ അധ്യാപകൻ്റെ ജോലി പോകുന്നു. പണ്ടൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കുട്ടി കുറഞ്ഞാലും നിനക്ക് ആ ജോലി ഉണ്ടെന്നുള്ളത് ഉറപ്പ്. ഇതിപ്പോൾ കുട്ടി ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയോട്ട് കുട്ടിക്ക് അപകടമൊന്നും വരാതെ അല്ലെങ്കിൽ കുട്ടീനെ പേടിപ്പിക്കാണ്ട് കുട്ടീനെ ഇങ്ങനെ കരുതൽ കൊണ്ട് എടുക്കണം അധ്യാപകർ. എന്നുവെച്ചാൽ ഓരോ ദിവസം കഴിയും തോറും കുട്ടികളെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 3 ലക്ഷം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഈ വർഷം 2,75,000 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ കയറിയിരിക്കണേ സ്റ്റേറ്റിൽ. അത്ര 75,000-ഓളം കുട്ടികൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അധ്യാപകരെ തസ്തികകൾ പോകണം. അപ്പോൾ അധ്യാപകർക്ക് സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്ന അവരുടെ സ്ഥിരതയും സ്വസ്ഥതയും ഉണ്ടാവാത്ത രീതിയിലുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തെ നയിക്കുന്നത് അധ്യാപകരായിരുന്നു. അവരുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു അധ്യാപകരായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു സ്വസ്ഥതയും ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും. അധ്യാപകർക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടെന്നെങ്കിലും അവർക്ക് ആ പ്രവർത്തന മേഖലയിൽ ഒരു സ്വസ്ഥമായി പ്രവർത്തിക്കാനുള്ളൊരു ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. സസ്യസ്മിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്കറിയാം, ഈ അധ്യാപന മേഖലയിൽ നിന്നാണ് ഒരുപാട് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തിൽ വളരെയധികം തെളിഞ്ഞു നിന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഈ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് അതൊരു മസ്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഞാൻ മാഷ് പറഞ്ഞത് ഓരോ വീട്ടിലൊരു കുട്ടി, അന്നും ഒരു കുട്ടി 2 കുട്ടിയൊക്കെ ഒരു 10 കൊല്ലം 15 കൊല്ലം മുൻപും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ 10-50 കുട്ടികളിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ വീടുകളിൽ സന്ദർശിക്കാനായിട്ട് തീരുമാനം എടുത്ത് അങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുട്ടി എൻ്റെ ബാക്കിൽ 80ാമത്തെ കുട്ടിയായിട്ടൊക്കെ ഇരുന്നിരുന്ന നമ്മൾ മൈൻഡ് ചെയ്യാൻ വിഷമം വരാവുന്ന ഒരു ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ആ വീട്ടിലും നാട്ടിലും അവൾ റാണിയാണ്, അവളൊരു രാജകുമാരിയാണ്. അപ്പോൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ അവളുടെ സിൽവിയുടെ സിസ്റ്റർ വന്നിരിക്കുന്നു, ആ നാട്ടുകാരും ഒന്നിച്ചു കൂടണമല്ല. അപ്പോഴാണ് ഞാൻ ദൈവമേ ഈ 80 കുട്ടികളിൽ ഈ ബാക്ക് ബെഞ്ചിലിരുന്ന ഒരു ശ്രദ്ധയും അർഹിക്കാത്ത പോലെ ഇരുന്നിരുന്ന കുട്ടി അവിടെ അവൾ റാണിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് ക്ലാസ്സുകളിൽ കുട്ടികൾ നേരം വൈകി വരുമ്പോൾ ഇപ്പോൾ 9:30-ക്ക് വന്നില്ല, സ്ഥിരം 10 മണിക്ക് വരുന്ന കുട്ടി. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ഞാനെന്ന് വെച്ചാൽ ബസ് കയറി ഇറങ്ങി ഓട്ടോറിക്ഷയിൽ അവൾ നടന്നാണ് പോവാറ്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ നടക്കുക ചെയ്യാൻ. എനിക്ക് അവർ ഓട്ടോറിക്ഷ പിടിച്ചു തന്നു. അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ ചെന്ന് എത്തി ഓരോ ചാടിക്കടന്നൊക്കെ ആ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ആ കുട്ടി എല്ലാ ദിവസവും വരണേ. ആ കുട്ടിയെ ഞാൻ ഒരു അരമണിക്കൂർ വൈകണേനെ വഴക്ക് പറയാനോ പുറത്ത് നിർത്താനോ പാടില്ലല്ലോ. ആ അവെയർനെസ് അപ്പോൾ അതിനെ
എനിക്കിപ്പോൾ മാഷ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. സമയം കിട്ടാതെ പോകണു. ഞങ്ങളുടെ കോളേജുകളിലും ഇപ്പോൾ എല്ലാവർക്കും ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആവശ്യമാണ്. പക്ഷേ അതൊരു ബാധ്യതയായി മാറുകയാണ്. എല്ലാ മാസവും ഈ കണ്ട 80 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർക്ക് 250 300 കുട്ടികൾ ഓരോ മാസവും എല്ലാ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ലിസ്റ്റ് ഇടണം. എന്ത് പരീക്ഷ എടുക്കുക എല്ലാ മാസവും ഈ 250-350 കുട്ടികൾക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അത്തരം ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഗുണത്തേക്കാളേറെ ദോഷം. ഞങ്ങൾ MA പഠിക്കുമ്പോൾ ഞങ്ങൾ 14 പേരാണ്. ഞങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അത് ഗുണം ചെയ്തു. ഒരു വർഷം മുഴുവനും നമ്മൾ 3 മണിക്കൂറിലല്ലല്ലോ SS ചെയ്യേണ്ടത്. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക്. ഒരു ഗൗരവമുള്ള കാര്യം കൊണ്ട് ചോദിക്കാം. അതായത് മുൻകാലങ്ങളിലൊക്കെ പഠിച്ച് ജോലി കിട്ടി നാട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം നിന്ന് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവം, ഒരു ഭൂരിഭാഗം കുട്ടികളുടെ ചിന്ത മാറി ഇപ്പോൾ നാട് വിട്ടു പോകണം, എങ്ങനെയെങ്കിലും കേരളം കടന്ന് പുറത്ത് പോകണം, ഒന്നുകിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പേരും കടൽ കടന്നു പോകണം. അതുമാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ അവിടെ തന്നെ സ്ഥിരതാമസമാക്കണമെന്നവരും കരുതുന്നുണ്ട്. എങ്ങനെയാണ് ടീച്ചർ, എങ്ങനെയാണ് കുറേയേറെ നമ്മൾ ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിൻ്റെ വലിയൊരു ഡിഫക്റ്റ്? ഇന്നാളൊരു ദിവസം ചൈനയിലെ കിൻഡർഗാർട്ടൻ കുട്ടികൾ അവർ വന്ന് ഉടനെ അവർ ഭക്ഷണം ഉണ്ടാക്കി, പാത്രം കഴുകി, അവിടെയൊക്കെ വൃത്തിയാക്കി. ചില കഴിവുള്ള കുട്ടികൾക്ക് ചെറിയ കട്ടിലുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എംബ്രോയിഡറി പഠിപ്പിക്കുന്നു. ഓരോരുത്തരുടെ ചൈനയിൽ അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചപ്പോൾ അതിൽ നിന്നൊരു മറുപടി വന്നത് കണ്ടില്ലേ, ബാലവേല അവർ ബാലവേല പ്രോത്സാഹിപ്പിക്കുന്നു. ആ ടീച്ചർക്ക് നല്ല സുഖമായില്ലേ, ഭക്ഷണമൊക്കെ കുട്ടികളുണ്ടാക്കി അവരെന്നെ എല്ലാം വൃത്തിയാക്കി ചെയ്യൂലേ. ഈ നെഗറ്റിവിറ്റി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്ത് നല്ല കാര്യം വന്നാലും അതിന് 10 നെഗറ്റിവിറ്റി എവിടെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഇവിടെ ജോലിയില്ല, ജോലി കിട്ടാൻ വഴിയില്ല, ഇവിടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ല. ഇപ്പോൾ കൃഷി ചെയ്യുന്ന എൻ്റെ കൃഷിക്കാരൻ്റെ മോനാണ്, അവൻ കൃഷിയിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ലാഭമില്ല എന്നുള്ളത് ഒരു പ്രശ്നം. മറ്റേത് ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരു പഠിപ്പും ഒരു കഴിവും ഇല്ലെങ്കിൽ പോലും ജർമ്മനിയിൽ പോയി അവിടെ പാത്രം കഴുകിയിട്ട്, ഹോട്ടലിൽ പാത്രം കഴുകി ഉച്ചവരെ ഇരുന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും പഠിക്കാൻ പോയി, ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ പിന്നീട് ജോലിയോ ആയിട്ടൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കറിയാലോ ദുബായി പോണവരൊക്കെ ചെയ്യുന്ന ജോലികൾ, എർത്ത് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് സ്ത്രീയെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് അവിടെ കുഴിക്കലാണ് ആളുടെ ജോലി, ആൾ എർത്ത് എഞ്ചിനീയർ. ഇവിടെ ഈ നാട്ടിൽ അവർക്ക് നാണക്കേട്, ഈ മണ്ണ് കുഴിക്കുന്നത്. ദുബായിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ പോയി അത് ചെയ്താൽ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് കാരണമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെടണം. പിന്നെ ഇവിടുത്തെ കുറേ എന്താ പറയുക, ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി, ആ നെഗറ്റിവിറ്റി, അതൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റണില്ല. അവർ പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായി വർക്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ ചേക്കേറുന്നു. ആ കഷ്ടം. ഈ മുമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഓർക്കുന്നില്ല, കുട്ടികൾക്ക് അവരുടെ കൊച്ചു കൊച്ചു കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു സമ്പ്രദായം വന്നിരുന്നു. പിന്നീട് അത് DPP അതാണോ ഉദ്ദേശിച്ചത്? DPP ആയിരിക്കാൻ സാധ്യത. പ്രകൃതിയോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ചെറിയ രീതിയിൽ മേശ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ തന്നെ പ്രാപ്തരാക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ അവിടെ പെയിന്റ് അടിക്കുന്നത് വീട്ടുകാരായിരിക്കും, ഒരു ചെറിയ മേശ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു കിളിക്കൂട് ഉണ്ടാക്കുന്നത്. നമ്മളോട് ഈ പറഞ്ഞ പോലെ തന്നെ അത് തുടക്കത്തിൽ ചിന്തിച്ചു വരുമ്പോൾ പോലും അതൊരു ബാലവേല, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല വേണ്ടത്. ആ ഒരു സമ്പ്രദായത്തിൽ ഒരു ചെറിയ മാറ്റം വരേണ്ടതില്ലേ? ഇപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു പോകണു. അവിടെ വിവിധ വിഷയങ്ങൾ ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു പൊതു പഠനമാണ് നടത്തിപ്പോണേ. ഏകദേശം +2ലേക്ക് വരുമ്പോഴാണ് ഇവർ സ്പെഷ്യലൈസേഷനിലേക്ക് തിരിഞ്ഞു പോരുന്നത്. അവിടെ ചെല്ലുമ്പോഴും നമുക്കുള്ളത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം തൊഴിലുകളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വൊക്കേഷണലൈസേഷനൊക്കെ ആവശ്യമാണ്. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ അങ്ങനെ ഇപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏകദേശം 6ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ തൊഴിൽ പഠിപ്പിക്കാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ബാലവേല ചെയ്യുന്നതും തൊഴിൽ പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. ബാലവേല ചെയ്യുന്നത് അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വരുമ്പോൾ 6ാം ക്ലാസ് മുതലെങ്കിലും ഈ കുട്ടികൾ ചില തൊഴിലുകൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. അത് വരുമ്പോൾ ചെറിയ മാറ്റം. ഇപ്പം നമ്മൾ വരുന്ന NEPയുടെ ഒക്കെ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ +2 തലങ്ങളിൽ വരുമ്പോഴും
ചില പ്രത്യേകമായിട്ടുള്ള തൊഴിലുകളൊക്കെ പഠിച്ച് പോകണം ഇവർ ഈ പുറത്തേക്ക് പോകാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ കുറേ കോളേജുകളിലെങ്കിലും രാഷ്ട്രീയമായി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയം കൊടിപിടിക്കലും ബഹളമാണ്. അപ്പോൾ ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പഠിച്ചു വരുന്ന ഈ കോഴ്സുകൾ കൊണ്ട് ഇവർക്ക് തൊഴിൽ കിട്ടാൻ പറ്റുന്ന അത്രയും ആവുന്നില്ല അവർ. അപ്പോൾ പുറത്ത് പോയാൽ ചില കോഴ്സുകൾ പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടുന്നു, ഇവിടുത്തെ ഈ കോഴ്സ് പഠിച്ച് ഇവിടെ ജോലി കിട്ടുന്നില്ല. പിന്നെ അവിടെ മണിക്കൂറിന് ജോലി ചെയ്യാൻ പറ്റുന്നു, പുറത്ത് പോയി മണിക്കൂറിന് ജോലി ചെയ്ത് വലിയ എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പഠനത്തോടൊപ്പം ജോലിയും കൊണ്ടുപോകാൻ പറ്റുന്നു. നാട്ടിലെ ഒരു ജോലിയുടെ ഒരു സാധ്യതകൾ കുറഞ്ഞു തന്നെയാണ് ഈ നമ്മുടെ കേരളത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IT മേഖലയിൽ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ടൂറിസം മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നമ്മുടെ കേരളം കുറേ വലിയ കമ്പനികൾ ഉണ്ടാക്കി കുറേ തൊഴിൽ കൊടുക്കലല്ല വേണ്ടിയിരുന്നത്. ഈ IT മേഖലയും ഇതുപോലെയുള്ള ടൂറിസം ആണ് കേരളത്തിൻ്റെ ഏറ്റവും നല്ല. പക്ഷെ അത് വേണ്ട രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മേഖലയിൽ ഈ വിദേശത്തു നിന്ന് കൂടി കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമായിരുന്നു. അതൊരു ഘട്ടത്തിൽ നമ്മൾ വിദേശ സർവകലാശാലകളൊക്കെ വേണ്ടാന്ന് വെക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇവിടെ വന്ന ആളെ അടിച്ച് ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ അടിച്ച് ഓടിക്കാന്ന് പറയില്ലേ, അടിച്ച് മുഖത്തൊക്കെ. അതൊക്കെ അന്ന് ഇപ്പോൾ 15 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് അത് ശരിയാണെന്ന് നമ്മുടെ ഭരണവർഗത്തിന് തോന്നുന്നത്. അതാ അപ്പോൾ അന്ന് ഇതൊക്കെ നേരത്തെ ഇവിടെ വന്നെങ്കിൽ വിദേശ സർവകലാശാലകളും ഇവിടെ കേരളത്തിലെ സർവകലാശാലകൾ ആ ക്വാളിറ്റിയിലേക്ക് എത്തുകയും ഇവിടെയും പുറമേ നിന്ന് വിദ്യാർത്ഥികൾ വരുമായിരുന്നു. കുറേ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ സർക്കാരിന് ബോധ്യമായി തുടങ്ങി. ഇപ്പോൾ വിദേശ സർവകലാശാല വരണം, ഇവിടെ കുട്ടികൾക്ക് ഇവിടെ ഒരു ഹബ്ബ്, വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബ് ആവണം എന്നൊക്കെ തോന്നി. പക്ഷേ വൈകിപ്പോയി. ഇപ്പോൾ കുറേ ഇങ്ങനെ പിള്ളേർ ഡെയിലി എന്ന് പറയുക ഇവിടുന്ന് സ്കൂളുകളിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്ററാണ്, പുറത്തേക്കുള്ള ലെറ്ററുകൾ എത്രയുണ്ടോ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് അറിയാം. നമുക്ക് സങ്കടമുണ്ട്. നമ്മുടെ മക്കൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് അവരിവിടെ നിന്ന് ഇല്ലാതിരിക്കുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോണ കാര്യങ്ങൾ. ഇതിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഒരുപാട് പേർ നാട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മണിക്കൂറിൽ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഉയർന്ന തുക പഠിക്കാനും ജോലി ചെയ്യാനുള്ള സാഹചര്യം എന്നതിന് അപ്പുറം ഈ കുട്ടികൾക്ക് നാടിനോടുള്ള പ്രതിബദ്ധത, വീടിനോടുള്ള ഗൃഹാതുരത, മുമ്പ് ഇവിടുന്ന് പോകുമ്പോൾ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന ആ ചിന്തയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. തിരികെ വരണ്ട എന്ന കാഴ്ചപ്പാടോട് കൂടി പോകുമ്പോഴാണ് ഇവിടെ അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്നതും കേരളത്തിൽ കൂടുതൽ വീടുകൾ അടച്ചിടപ്പെടുന്നതും. ശരിയല്ലേ? ശരിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളിപ്പോൾ എല്ലാവരും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, വീടുകളിൽ ആളില്ല. അതിൽ ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അണുകുടുംബം. ആ അണുകുടുംബത്തിലെ ഒരു കുട്ടിയുള്ളോ ആ മോൻ്റെ വാശി എന്താണെന്നുണ്ടെങ്കിൽ അതിന് അച്ഛനമ്മ അവർ കൂട്ടു നിൽക്കുകയാണ്. അവർക്ക് പൈസ ഇല്ലാത്ത പൈസയിലും അവരെ കിടപ്പാടം പണയം വെച്ചിട്ടാണ് ഈ കുട്ടികളെ പുറത്തേക്ക് കയറ്റിവിടുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ എർത്ത് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോണ കുട്ടികൾ എന്ത് ജോലിക്ക് എടുക്കുന്നത്? അവിടെ വയസ്സായ ആളുകളെ നോക്കാൻ നിൽക്കണ്. അതേപോലെ തന്നെ സപ്ലൈ ചെയ്യാൻ, ഫുഡ് സപ്ലൈ ചെയ്യാൻ പോണത്, ഹോട്ടലിൽ ക്ലീനിങ് ജോലികൾ, ഈ വക ജോലികളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾ എടുക്കുമോ? എടുക്കില്ല. ഈ കുട്ടികളൊന്നും നമ്മുടെ നാട്ടിലെടുക്കാൻ തയ്യാറില്ല. അവിടെ പോയിട്ട് എന്ത് ജോലിക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ പോയി കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിക്കുന്നത്. പക്ഷേ ആ കഷ്ടപ്പാടിൽ അവരുടെ എൻജോയ്മെൻ്റായിട്ട് അവർ കാണുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ ജീവിത രീതി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മുടെ നാട് എന്ത് നാട്, കേരളത്തിൻ്റെ ഒന്നും അവർ വളരെ പുച്ഛത്തോടുകൂടിയാണ് പറയുന്നത്. പുറത്ത് പോയി വന്ന ഒരാളും കേരളം നല്ലതെന്ന് പറഞ്ഞൊരവസ്ഥ ഇപ്പം ഇല്ല. എല്ലാവരും നമ്മുടെ നാട്ടിൽ കേരളം പുച്ഛാണ്, അവിടെ കറണ്ട് പോലെ മറ്റേ നമ്മൾ റോഡ് ഇങ്ങനെ കുണ്ടും കുഴിക്കുകയാണ്, അവിടുത്തെ മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ആ രീതിയിൽ അവർ അവിടെ തന്നെ സെറ്റിലാവാനുള്ള സംവിധാനമാണ് അവർ ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും വരുന്ന കുട്ടികൾ ആരും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. കുട്ടികൾ തിരിച്ചറിയുകയാണെന്ന് പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു എന്ന് നമ്മൾ വരച്ചിട്ട കുറേ കഥകളും ഊതി ഉറപ്പിച്ച ഒരു ബലൂണുമായി ഇപ്പോൾ നമുക്ക് CBSE ICSE സ്കൂളുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോഴും കാണാൻ കഴിയും ഈ ബാഗിൻ്റെ ഭാരം എത്ര വേണം, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര ഭാരം താങ്ങാനുള്ള ശേഷിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 12 കിലോ 15 കിലോ ഒക്കെയുള്ള ഭാരം തൂക്കി പോകുന്ന, ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. വരേണ്ടതല്ലേ? എൻ്റെ ഒരു നെബ്യൂ ഇതേപ്പറ്റി പ്ലസ് ടൂലായി സംസാരിച്ചപ്പോൾ പറഞ്ഞതേ ഒന്ന് 10ാം ക്ലാസ് വരെ ഈ വക ICSEയും CBSE ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ ഇക്വാളിറ്റിയിൽ പഠിക്കട്ടെ. ഇത് CBSEക്കാർക്ക് ICSEയോട് അല്ല സ്റ്റേറ്റിനോട് പുച്ഛം, ICSEക്കാർക്ക് CBSEക്കാരോടും സ്റ്റേറ്റിനോടും പുച്ഛം.
ഇങ്ങനെ ഒരു വേർതിരിവായിട്ട് വരണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതൊരു ചിന്തനീയമാണ് എന്ന് തോന്നി. എന്ന് വെച്ച് നമ്മളതൊക്കെ അടച്ചിടാൻ പറ്റില്ല. സെൻട്രൽ ലെവലിൽ നിന്ന് വരുന്ന സംഗതികൾ കൈനീട്ടി സ്വാഗതം ചെയ്യാനാണ്. പാഠ്യപുസ്തകങ്ങളിൽ പോലും സമാനതയില്ല, പലതാണ് പഠിക്കുന്നത്. ഇപ്പോൾ ICSEയിൽ പഠിച്ച ഒരു കുട്ടി സ്റ്റേറ്റിലേക്ക് വന്നാൽ അവൾക്ക് പുച്ഛമാണ് സിലബസിനോട്. കാരണം അവൾ ഇതൊക്കെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിച്ച കാര്യം ഇപ്പോൾ 8ാം ക്ലാസ്സിൽ ഇവിടെ വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ. അപ്പോൾ അത് ഒരു പിന്നെ ഈ ബുക്കിഷ് നോളജ് മാത്രം കൊടുക്കുന്ന അത് അവിടെയും ICSEയിലും CBSEയിലും ഒക്കെ ഈ ബുക്കിഷ് നോളജ്, അതല്ല ഈ ഭാരമായിട്ട് ഈ ബാഗ് കൊണ്ടുകൊണ്ട വരുന്നത് എല്ലാം ബുക്കല്ലേ, ബുക്കിലൂടെയല്ലേ. അപ്പോൾ അതല്ലാതെ ഒരു എന്താണ് കുറച്ചുകൂടി ലിബറലായിട്ടുള്ള, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള, ജനറലായിട്ടുള്ള, അതാണെങ്കിൽ ഇത്ര പുസ്തകം ക്യാരി ചെയ്ത് കൊണ്ടുപോകണ്ട. അതിന് ടീച്ചേഴ്സും എക്വിപ്ഡ് ആവണം ആ ലെവലിൽ പഠിപ്പിക്കാനും. പിന്നെ നമ്മൾ ഈ ഓൺലൈനിലൂടെ നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം 1-2 ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പേടിയാവണു ക്ലാസ്സിൽ പോകാൻ, എല്ലാവർക്കും നമ്മളെക്കാളും അറിവാണ്. കോവിഡ് വന്നതിന് ശേഷം ഓൺലൈനിൽ കുട്ടികൾ കയറിയതിന് ശേഷം ടീച്ചറിനേക്കാളും അറിവ് കുട്ടികൾക്കായ അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പോകേണ്ടതെന്ന് പേടിയാവണു സിസ്റ്റർ എന്ന് പറഞ്ഞ് 1-2 ടീച്ചേഴ്സ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഡിസ്കഷൻ മെത്തേഡ്. നമ്മൾ മുൻപൊക്കെ ലെക്ചർ മെത്തേഡാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നുകിൽ നോട്ടിൽ നിന്ന് അവരുടെ നോട്ടിലേക്ക് പകരുന്നു, അവരുടെ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കൊന്നും ഒന്നും പോണില്ല, അവരിങ്ങനെ പകർത്തി കൂലി എഴുത്തുകാർ പോലെ പകർത്തിയെടുക്കുന്നു. അതെനിക്ക് വൈവ ബോർഡിൽ വിമല കോളേജിൽ വരെ വൈവ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ പഠിപ്പിച്ച നല്ല കുട്ടികളെന്ന് വിചാരിച്ചവർക്ക് പോലും നോട്ടിലാണ് അവർ പകർത്തിയത്, എൻ്റെ ബ്രെയിനിൽ നിന്ന് അവരുടെ ബ്രെയിനിലേക്കല്ല പോയത്, അല്ലെങ്കിൽ എൻ്റെ നോട്ടിൽ നിന്ന് അവരുടെ ബ്രെയിനിലേക്കല്ല പോയത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഡിസ്കഷൻ മെത്തേഡേ ഉള്ളൂ. ആ മെത്തേഡ് നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ വരെ ചെയ്യാം, അവരുടെ അറിവ് നമ്മളും സ്വീകരിക്കുക, ഗിവ് ആൻഡ് ടേക്ക് മെത്തേഡ്. അപ്പോൾ അതിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് വരും. ആ ടീച്ചർക്ക് എൻ്റെ പോയിൻ്റ് ഇഷ്ടമായി, എന്നാൽ ടീച്ചറുടെ പോയിൻ്റ് എനിക്കും ഇഷ്ടമായി. അങ്ങനെ ഇനിയൊരു ഡെമോക്രസിയൊക്കെയാണ് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞൊരു ടോപ്പിൽ നിന്നിട്ട് കുട്ടികളെ രണ്ടാം തരമായി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ ഭാരം വരുന്നത് ബുക്ക് ഓറിയൻറ്റഡ് ആണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ. അത് മാറ്റണം. ബുക്ക് ഓറിയൻറ്റഡ് ആവരുത്. ഒരു എന്താണ്, ടെക്സ്റ്റ് ഈസ് ഓൺലി എ പ്രിടെക്സ്റ്റ് ടു ബിഗിൻ ദ ക്ലാസ് എന്ന് ഈ എന്താണ് ഡീകൺസ്ട്രക്ഷനിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒരു ചെറിയ ടെക്സ്റ്റ് മതി, അതിലൂടെ ഒരുപാട് അറിവ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ടീച്ചറുടെ മിടുക്കമാണ്. ഈ കുട്ടിയും വായിച്ചറിയും. എന്ത് ചോദിച്ചാലും ഇപ്പോൾ കുട്ടികൾ ഗൂഗിളിലാണ് തപ്പണത്. എന്ത് ചോദിച്ചാലും അപ്പം ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ ഉത്തരം റെഡി. അവർ പറയും നിങ്ങളെന്തിനാണ്, ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ള പോലെ. പക്ഷേ ഗൈഡൻസിന് ടീച്ചേഴ്സ് വേണം. ഈ ഗൂഗിളിലൂടെ കിട്ടിയ അറിവും ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അതെങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സ് വേണം. തെറ്റായ അറിവും വരും. ഈവൻ അതിൽ തന്നെ ഡിസേൺ ചെയ്യണം. അപ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയാണെങ്കിലും അതിന് മറ്റു വശങ്ങളുണ്ട്, മറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗൈഡായിട്ട് നിൽക്കാനേ ഒരു ടീച്ചർക്ക് റോളുള്ളൂ. അവരെ ഗൈഡ് ചെയ്യുക, അതും ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഡെമോക്രാറ്റിക് അപ്രോച്ച്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഡ്രഗ് അഡിക്ട്സിനെ വരെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്തരം ടൈപ്പ് കുട്ടികളെ, ഒരു കുട്ടി ക്ലാസ്സിലിരിക്കുന്ന കണ്ട ഡ്രഗ് ഉപയോഗിച്ച, ഡ്രഗ് പണ്ട് കാലത്ത് മാത്രമല്ല കേട്ടോ, വിമല കോളേജിലൊക്കെ ഒരു കുട്ടിയെ പിടിച്ചതൊക്കെ പത്രത്തിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഗായികയാണ്, അവൾ ഡ്രഗ് അഡിക്റ്റായി മാറിയതൊക്കെ. അവളും ഇപ്പോൾ മാറ്റം വന്നു. അപ്പോൾ അത്തരം കുട്ടികൾ, ഒരു കുട്ടി ക്ലാസ്സിൽ ഡ്രഗ് അടിച്ച പോലെ ഇരിക്കണേന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞ് കുട്ടിയോട് സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കേസസ് ചെറുതാണെങ്കിലും എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മളും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്നേഹം കൊണ്ടും അവരോടുള്ള കൺസേൺ കൊണ്ടും അവരുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കിയിട്ടും. ചില കുട്ടികളെ അങ്ങനെ നമ്മൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഞാൻ ഒരു ദിവസം 8 കുട്ടികളെ വരെയൊക്കെ കൗൺസിൽ ചെയ്യാൻ എനിക്ക് ആ കാലഘട്ടത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് അറിയില്ല ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലെ ഇതൊന്നും പറയില്ല, പക്ഷേ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ പേരൻസിനോട് ഞാൻ ഈ കുട്ടി മിടുക്കിയാണ് എന്ന്, അനിയത്തിക്ക് അവളെ ഇഷ്ടമല്ല, ചേച്ചി മഹാമോശം, വീട്ടുകാർക്കും ഇഷ്ടമല്ല, അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് അവൾ നല്ല മിടുക്കിയാണല്ലോ അവൾ ക്ലാസ്സിൽ എന്ന് പറയാനുള്ളൊരു റോള് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇതാണ് ഒരുപക്ഷെ ഞാൻ സിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഭർത്താവും കുട്ടികളിൽ നിന്ന് നോക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ അവൈലബിലിറ്റി എളുപ്പമായത്. പക്ഷേ അവൈലബിൾ ആവണം ടീച്ചർ. അപ്പോൾ ആ ഒരു സർക്കംസ്റ്റൻസും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഡ്രഗ് കുട്ടീനെ വരെ നമുക്ക് മാറ്റിയെടുക്കാൻ മുഴുവൻ 100% അല്ല ഞാൻ പറയണത്, കുറേശ്ശെ അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ ലഹരികൾ മാറ്റാൻ. ഇപ്പോൾ റീഡിങ് ലഹരിയാക്കൂ, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഡിസ്കഷനിലൂടെ, ആ സ്നേഹത്തിലൂടെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ
24 hours അവരെ പിന്നാലെ എന്ന് പറഞ്ഞ പോലെ അവൈലബിൾ ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ അധ്യാപകർ ഇപ്പോൾ സമീപ നാളുകളിൽ വലിയ സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ താങ്കൾ തന്നെ കുറേ സമരങ്ങളുമായി മുന്നിലുണ്ടായിരുന്ന സമീപ നാളുകളിൽ കൃത്യസമയത്ത് വേതനം ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ പണി ഏൽപ്പിക്കുക, ആ രീതിയിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അധ്യാപകരെ കാണുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതാണോ പ്രധാനമായിട്ടുള്ള കാരണം ഈ കുട്ടികളിലേക്ക് ഈ രീതിയിൽ എത്താൻ കഴിയാത്തതിന്? ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിഷയമുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ ബുക്കുകളുടെ ഒരു ഭാരത്തിൻ്റെ വിഷയം കൂടി പറയാം. ഈ ബുക്കുകളുടെ ഭാരം വരുന്നത് പലപ്പോഴും ബുക്കിനോട് കൂടുതൽ ആ രീതിയിൽ ആ ടീച്ചിങ് അപ്രോച്ച് വരുന്നതുകൊണ്ടാണ്. നമുക്ക് ശരിക്കും ആ അപ്രോച്ച് തന്നെ മാറ്റിക്കൊണ്ട് പുസ്തകത്തിന് നോട്ട്സ് കൊടുക്കുകയും പേപ്പറിലൊക്കെ നോട്ട്സ് എഴുതിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് പലതും എഴുതിക്കൊണ്ടുവരാം, പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടുതൽ ആ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷൻ മെത്തേഡ് കൂടെ തന്നെയാണ് ഇപ്പോഴും അധ്യാപകർ പോകുന്നത്. അതിനുള്ള ട്രെയിനിങ്ങും ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ അതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഈ CBSE ICSE സ്കൂളുകളിൽ നിന്ന് അവിടെ ഉള്ള മാറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ള മാറ്റം, അവിടെ കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ മെത്തേഡിലൂടെയാണ് അവർ ജയിച്ചു പോകുന്നത്. നമുക്കിവിടെ ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ തകരാറിലായി. ഗ്രേഡിംഗ് സിസ്റ്റം വന്നതോടുകൂടി കുട്ടിയും 100 മാർക്ക് കുട്ടിയും 90 മാർക്ക് കിട്ടിയ കുട്ടിയും ഒരേ ലെവലിൽ വന്നു. അങ്ങനെ വരുന്ന കുട്ടിക്ക് +1 അഡ്മിഷൻ വരുന്നില്ല. ചിലപ്പോൾ 90 കിട്ടിയ കുട്ടി അവർക്കും 100 മാർക്ക് കിട്ടിയ കുട്ടിയേക്കാളും മുകളിലേക്ക് കയറി പോകുന്നു. ഒക്കെ ഒരൊറ്റ ഗ്രേഡിൽ കൊണ്ടുവന്നു. അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുട്ടികളെ കൊഴിഞ്ഞുപോക്കായിരുന്നു. ആ കൊഴിഞ്ഞുപോക്ക് നമ്മുടെ അതുകൊണ്ടാണ് അവിടെ ഗ്രേഡിംഗ് സിസ്റ്റം വെച്ച്. ഇവിടെ നമുക്ക് മാർക്ക് ഒഴിവാക്കി ഗ്രേഡിംഗ് സിസ്റ്റം പറഞ്ഞതിന് കാരണം കുട്ടികളിൽ തമ്മിൽ അനാവശ്യമായ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതിലൂടെ എന്തുണ്ടായി? ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ കുട്ടികളെ, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു നിമ്നോന്നതമാണ്. എല്ലാവരും ഈക്വലൈസ് ചെയ്തുകൊണ്ട് പോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എല്ലാവരും ഈക്വലൈസാണ്. കുട്ടികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു മാർക്ക് വ്യത്യാസമുള്ള കുട്ടിക്ക് കൂടുതൽ സാധ്യത കൊടുക്കപ്പെടണം. അത് പറഞ്ഞുകൊണ്ട് ആ കോമ്പറ്റീഷൻ വന്നുകൊണ്ട് അവനങ്ങനെ വിഷമം. ഇതിപ്പോൾ ഈ വർഷം ഒരു കുട്ടി കണ്ണൂർ ആത്മഹത്യ ചെയ്തത് 9 A+ ഉള്ള കുട്ടി, ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാത്തതിന് കാരണം ആ കുട്ടിക്ക് ഫുൾ A+ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ആ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 9 A+ കിട്ടി, ഒന്നിൽ A+ ഉണ്ടായില്ല. രസകരമായ ഈ ഫുൾ A+ കിട്ടിയ കുട്ടിയേക്കാൾ മാർക്ക് കൂടുതൽ ചിലപ്പോൾ ഈ കുട്ടിക്കായിരിക്കും. അത് വലിയ വിഷയമാണ്. അത് മാർക്ക് കിട്ടണമെന്നേ. അതുപോലെ 10ാം ക്ലാസ്സിൽ തിയറി മിനിമം ഞങ്ങൾ ഇപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെടുന്ന, നമ്മുടെ രവീന്ദ്രൻ സാറൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശിവൻകുട്ടി സാർ ഉള്ളപ്പോഴേ ഞാൻ നേരിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ 10ാം ക്ലാസ്സിൽ തിയറി മിനിമം വെച്ചാലാണ് കുട്ടികളുടെ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. സാർ അന്നൊക്കെ അത് ഒഴിഞ്ഞു മാറിയെങ്കിലും ഇപ്പോൾ ഈ വർഷം പൂച്ചയ്ക്ക് ആരും മണി കെട്ടുമെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ കുറ്റം പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി അതിന് തയ്യാറായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറേ പേരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിലും തയ്യാറായത് അത് ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഗുണപരമായ മാറ്റം ഉണ്ടാക്കും. തിയറി മിനിമം ഉണ്ടാകണം. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ വെച്ച് ടീച്ചേഴ്സ് പറഞ്ഞ പോലെ എനിക്കുള്ളൊരു അതിൽ കുറേ ഇതിൽ 60 കുട്ടികൾ 50 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിൽ ഓരോ കുട്ടിയെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനാ? അപ്പോൾ ടീച്ചർമാർ കുറേ മാർക്ക് ഇട്ട് കൊടുക്കും. ആ മാർക്കിൻ്റെ കൂടെ 10 5 മാർക്ക് തിയറി കിട്ടിയ കുട്ടി അങ്ങനെ തന്നെയാണ് ജയിച്ചു പോരുന്നു. അത് +1 വരുമ്പോൾ ആ കുട്ടിക്ക് അക്ഷരം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, സബ്ജക്റ്റും അറിയില്ലാത്ത രീതിയിലേക്ക് കുട്ടി പോകുന്നു. അപ്പം ഇവിടെ പ്രധാനമായി ചെയ്യപ്പെടേണ്ടത് 10ാം ക്ലാസ്സിൽ തിയറി മിനിമം വേണം. ഈ കുട്ടികളുടെ മാർക്ക് അവിടെ SLC ബുക്കിൽ മാർക്ക് ചെയ്യണം. ആ മാറ്റം ഈ കൊല്ലം നടപ്പിലാകണമെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. ഈ നമ്മുടെ പറയും മുണ്ടശ്ശേരി സാറിന് ശേഷം ഇങ്ങനെ ഒരു ധൈര്യത്തോടു കൂടി, അദ്ദേഹത്തെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുന്ന ഒരാളാണ് ഞാനും, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇനി അധ്യാപക വിഷയത്തിലേക്ക് വരുമ്പോൾ അധ്യാപകരുടെ വിഷയങ്ങളിൽ വളരെ അസ്വസ്ഥരാണ്. 2023 മാർച്ചിൽ വാല്യുവേഷൻ നടത്തിയിട്ട് അതിൻ്റെ പ്രതിഫലം കൊടുക്കാണ്ട് സർക്കാർ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അധ്യാപകന് എന്തോരം പിന്നെ വാല്യുവേഷൻ വിളിച്ചു കഴിഞ്ഞാൽ പോവാൻ മടിയുണ്ടാകും. കൊച്ചു കാര്യങ്ങളിൽ പോലും 21% DA ആണ് പെൻഡിങ്. അധ്യാപകർക്കും ജീവനക്കാർക്കൊക്കെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട DA കൊടുക്കപ്പെടണം. പിന്നെ ഈ ഏകീകരണം എന്ന് പറഞ്ഞൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവരികയാണ് സർക്കാർ. അതിൻ്റെ പുറകിൽ കുറച്ച് രാഷ്ട്രീയമാണ്. അതായത് ഹയർ സെക്കൻഡറി മേഖലയിൽ ഈ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾക്ക് അവിടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഈ വ്യത്യസ്തമായ കൗമാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായ സ്വഭാവ വ്യത്യാസമുള്ള ഈ കൗമാരക്കാരെ ഈ 10ാം ക്ലാസ് ഈ സ്കൂൾ വരെ കൂട്ടി കുഴച്ചുകൊണ്ട്
+2 പഠിപ്പിക്കുന്ന അധ്യാപിക ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക +2 പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായി വാശി ഉണ്ടാക്കി ഇവിടുത്തെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ മൂല്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി സർക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അധ്യാപകർക്ക് വേണ്ടിയല്ല, ഹയർ സെക്കൻഡറി മേഖല CBSE സ്കൂളുകളിൽ നിന്ന് 40,000 കുട്ടികൾ വന്നിരുന്ന വർഷം 2018, ഈ കൊല്ലം 28,000 കുട്ടികളാണ് ഈ 23-24 വന്നത്. CBSE ICSE കുട്ടികൾ സ്റ്റേറ്റ് +2ലേക്ക് വന്നിരുന്നു. 40,000 കുട്ടികൾ ഒരു വർഷം വന്നത് ഇപ്പോൾ 28,000 ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഇങ്ങനെ സ്വസ്ഥതയില്ല, അധ്യാപകർക്ക് പ്രശ്നങ്ങളാണ്, ഇവിടെ അനാവശ്യമായി സിലബസ് മാറ്റം വരുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പഠനം കിട്ടില്ല എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അധ്യാപകർ അസ്വസ്ഥരാണ്. ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രത്യേകിച്ചും ഹൈസ്കൂളുകളിൽ അടക്കപ്പോൾ ഇപ്പോൾ ഈ ശനിയാഴ്ച വിഷയമുണ്ടല്ലോ, സർക്കാർ വെറുതെ അനാവശ്യമായിട്ട് 5 days വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ പിന്നെ 6th വർക്കിംഗ് ഡേ കൊടുക്കില്ല. ഇതായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന രീതി. അതായത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം മുടക്കുണ്ടെങ്കിൽ ആ സാറ്റർഡേ വർക്കിംഗ് ഡേ, എന്നാൽ 205 കിട്ടുമായിരുന്നു. ഈ വർഷം അനാവശ്യമായിട്ട് ഏതൊരു കോടതി കേസും പറഞ്ഞുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു, 220 നിർബന്ധമാക്കി. കൊച്ചു കുട്ടികളടക്കം LPയിലെ കുട്ടികൾക്ക് അടക്കം അവർ ഈ സ്കൂളിൽ ശനിയാഴ്ച അവർക്ക് കുട്ടികൾക്കൊന്ന് എൻജോയ് ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും എഴുതാനോ ഇതൊന്നും പറ്റാത്ത അവസ്ഥയിൽ LP കുട്ടികളടക്കം ശനിയാഴ്ച ഇപ്പോൾ ഈ നാളെ വലിയ സമരമാണ് നടക്കാൻ പോണേ. അധ്യാപകർ മൊത്തം ക്ലസ്റ്റർ ബഹിഷ്കരിക്കുക, അവർക്ക് ട്രെയിനിങ് ബഹിഷ്കരിക്കുക. അവർ അസ്വസ്ഥരാണ്. അവർക്ക് ഈ കുട്ടി ഒരു മറ്റ് ജോലിയുടെ പോലെയല്ല, അധ്യാപകർക്ക് ഒരു കുട്ടീനെ നന്നായി നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ, ആ കുട്ടീനെ വീടുകളിൽ പോകണമെങ്കിൽ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെങ്കിൽ, അവൻ്റെ പേപ്പർ നോക്കണമെങ്കിൽ സമയം വേണം, ഫ്രീ ടൈം വേണം. കുട്ടികൾ ശനിയാഴ്ച നമ്മൾ NSS, സ്കൗട്ട്, NCC കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ വർക്കിംഗ് ഡേ നടത്തി ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അധ്യാപകർ അസ്വസ്ഥരാണ്. അവരുടെ വിഷയങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളത് വലിയ ഗൗരവമായ വിഷയമാണ്. അധ്യാപകരെക്കാൾ ഉപരി കുട്ടികൾ അസ്വസ്ഥരാണ്. 1ാം ക്ലാസ്സിലൊരു കുട്ടിയെ കുറിച്ച് ആലോചിച്ചു, നിങ്ങൾ നോക്കുമോ, എത്ര വയസ്സുണ്ട്, 5 വയസ്സൊരു കുട്ടി. ആ കുട്ടി 6 ദിവസം സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്നാൽ ഉയർന്ന ക്ലാസ്സുകളിൽ ഇല്ലേനും, ഉയർന്ന ക്ലാസ്സിൽ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അതായത് +2 അവർക്ക് ഇല്ലല്ലോ, ശനി അവർക്ക് അവധി. 9 മുതൽ 4:45 വരെ ശനിയാഴ്ചത്തെ വർക്കിംഗ് ടൈം അടക്കം എടുത്തിട്ടുണ്ട്. വേറെ അത് പോട്ടെ, നമുക്കിപ്പോൾ അതങ്ങനെ പറ്റില്ലല്ലോ. എന്നാലും ചെറിയ 5 വയസ്സൊരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വെറുപ്പായി തുടങ്ങുകയാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോകും, ഞാനും സ്കൂളിൽ പോകണില്ല എന്ന്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കി നോക്കുമോ, ഈ ശനിയാഴ്ചകളിൽ സ്കൂളിൽ പകുതി കുട്ടികൾ പോലും വരുന്നില്ല. ആ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നെ വീണ്ടും ടീച്ചർ അടുത്ത ദിവസം റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ ശനിയാഴ്ചകളിലെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അതൊരു മുന്നോട്ട് പോകേണ്ട നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഒരു അവധി വരികയാണെങ്കിൽ ആ ശനി വർക്കിംഗ് ഡേ വർക്ക് ചെയ്തോട്ടെ. അപ്പോൾ പിന്നെ 5 ദിവസം വർക്കിംഗ് ഡേ ഇടയ്ക്ക് ഒരു മുടക്ക് കിട്ടിയല്ലോ. അധ്യാപകരുടെ കാര്യം പോട്ടെ, ഞാൻ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കത്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഒടുവിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളെല്ലാം തെറ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ വിചാരിച്ചേ, ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിടത്തോളം. കാരണം 3 വർഷം കഴിയുമ്പോൾ ഈ 133 ക്രെഡിറ്റ്സ് ഒരു കുട്ടിക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. 4ാം വർഷത്തേക്ക് അപ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഡിഗ്രി കിട്ടുകയാണ്, അതല്ലെങ്കിൽ ഓണേഴ്സ് കിട്ടുകയാണ്. 4 ഇവിടെ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കെമിസ്ട്രി എടുത്ത കുട്ടിക്ക് അതിൻ്റെ കൂടെ ലാംഗ്വേജും അതുപോലെ മ്യൂസിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ചോയ്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പരിമിതി, ഡിഗ്രി കഴിഞ്ഞാലും ഒരു ഇംഗ്ലീഷിലൊരു കത്തെഴുതാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനോ കഴിയാത്ത, ഇത് തന്നെ നമ്മൾ തമിഴ്നാടുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് അവിടെ പഠിക്കാൻ പോയിട്ടുള്ളവർ അവിടെ +2 കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നു, ഇംഗ്ലീഷിൽ ഒരു പ്രബന്ധം എഴുതാൻ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം അവിടെയും ഇവിടെയും തമ്മിലുണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ അവർ മലയാളമേ പറയൂ. അത് നമ്മൾ മലയാളം മാതൃഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുകയും ചെയ്യുമ്പോൾ ഈവൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ R വിശ്വനാഥൻ എന്ന് പറഞ്ഞ കെങ്കേമനായിട്ടുള്ള സാറ് പോലും അവസാന കാലങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആൾ മലയാളത്തിലും പറഞ്ഞു തുടങ്ങി. ഈ തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ ഭാഷാപ്രേമമുണ്ട്. ഭാഷാപ്രേമം ഉണ്ടെങ്കിലും അവർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തമിഴിൽ പറയുന്നേക്കാളും മലയാളം പറഞ്ഞാലും ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഇംഗ്ലീഷ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വർദ്ധിക്കുന്നത്. കേരളം വിട്ടുപോയാൽ എവിടെ പോയാലും നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. പൊട്ടൻ ഇംഗ്ലീഷ് ആണെങ്കിലും ബ്രോക്കൺ ബട്ട്ലർ ഇംഗ്ലീഷ് ആണെങ്കിലും അത് പറയും. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈവൻ MA ലിറ്ററേച്ചർ കഴിഞ്ഞ കുട്ടികൾ വരെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാലും
അവർ നമ്മുടെ കണ്ണ് തെറ്റിച്ച് മലയാളത്തിലേ പറയൂ. അവർക്ക് പോലും MA ലിറ്ററേച്ചർ കഴിഞ്ഞ കുട്ടിക്ക് പോലും ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷിലൊരു ലെറ്റർ എഴുതാൻ പറ്റാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് നമ്മൾ വേറെ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പ്രത്യേക ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ ലാംഗ്വേജിന് ആക്കാൻ വേണ്ടി. അവരും ഇപ്പം എന്താ എല്ലാറ്റിനും ആ ഒരു സിൻസിയറിറ്റി ഇല്ലെങ്കിലേ ആ ഫങ്ഷൻ ഇംഗ്ലീഷ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതാൻ കിട്ടുന്നില്ല. കാരണം അവൾക്ക് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഗ്രാമറാണ്, കുറേ കാണാതെ പഠിച്ച് ചെന്നാൽ കുത്താൻ അറിയും. ഒരുവിധം ഇന്ന് ഓൺ എന്നൊക്കെ പറയുന്നതൊക്കെ അവൾ കുത്തി എങ്ങനെയെങ്കിലും അത് കാണാതെ പഠിച്ച് ചെയ്തു. പിന്നെയൊക്കെ അവർക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അത് ആ കുട്ടിയാണ് ചെയ്യേണ്ടത്. പക്ഷെ കുട്ടി പൊട്ടത്തെറ്റൊക്കെ ആയിട്ട് ടീച്ചർക്ക് കൊണ്ട് കൊടുക്കും. ടീച്ചർ അതൊക്കെ റെഡിങ് കൊണ്ട് കറക്റ്റ് ചെയ്ത് സമർപ്പിക്കപ്പെടുന്നത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് ടീച്ചറുടെ അതാണ്. അപ്പോൾ അതിന് മാർക്ക് ടീച്ചർക്കും കുറച്ചിടാൻ പറ്റില്ല. പബ്ലിക്കിന് പോയാലും പബ്ലിക് വാല്യുവേഷന് പോയാലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പറയാനുള്ളത് ഈ ഹൈസ്കൂളുകളിലൊക്കെ ഇത്രയും നാൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇംഗ്ലീഷ് എടുത്തുകൊണ്ടിരുന്നത്. ഈ അടുത്താണ് അവർ ഇംഗ്ലീഷ് അധ്യാപകരെ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. അത് തന്നെ വളരെ മിനിമമാണ്. ശരിക്കും ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വെക്കണം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്തു. ഇംഗ്ലീഷ് പഠിച്ചവർ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കാലം ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നിയമം വന്നത്. പക്ഷെ എന്തുണ്ടായിന്നറിയോ, പിന്നെ അഡ്മിഷന് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയത്തിന് ഇപ്പോൾ MA ലിറ്ററേച്ചർ അല്ലെങ്കിൽ BA ലിറ്ററേച്ചറിന് അഡ്മിഷന് വരുന്നത് പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കോളേജുകളിൽ അവർക്ക് ജോലി കിട്ടാനാണ് നിങ്ങളിത് കൊടുക്കുക എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് കോട്ടയിൽ പാവപ്പെട്ട കുട്ടി എന്നുള്ള പേരിൽ ജോലി കൊടുത്തിട്ട് ആ കുട്ടി പൊട്ടത്തെറ്റ് ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് പോയി പഠിപ്പിക്കുന്നു. ഇതാണ് അല്ല അപൂർവ റെയറല്ല. ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ അവിടുന്ന് ടീച്ചേഴ്സായി കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് PGക്ക് ഇംഗ്ലീഷ് വരുന്നത് തന്നെ. അതെ, അവർക്കൊന്നും ഇംഗ്ലീഷ് കിട്ടുന്നില്ല എന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പൊതുവായിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ. ഇവിടെയുള്ള ഇംഗ്ലീഷ് ഡിഗ്രി കഴിഞ്ഞ എത്ര കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ എഴുതുന്നുണ്ട്, അത് നമുക്ക് പൊതുബോധ്യമാണ്. പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിലും സംസാരിക്കാത്തൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഇംഗ്ലീഷ് നിൽക്കട്ടെ, മലയാളത്തിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? മലയാളം പോലും നമ്മൾ വിദ്യാലയങ്ങളിൽ നമ്മൾ 2007 തോന്നുന്നു മലയാളം സ്കൂൾ വിദ്യാലയങ്ങൾ, അതായത് പൊതുവിദ്യാലയങ്ങളിൽ ഒരു ഡിവിഷൻ മലയാളം ആക്കാനൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആക്കാനൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ വന്നതിന് ശേഷം നമ്മൾ ഒരു ഡിവിഷൻ മലയാളം മീഡിയം, രണ്ടാമത്തെ ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം, ഒന്ന് മലയാളം ആയിട്ട് വേണ്ട രണ്ടാമത്തെ ഇംഗ്ലീഷ് തുടങ്ങാനായിട്ട്. പക്ഷേ ഇപ്പം അതൊക്കെ മാറി, ഒക്കെ പോയി. ഇപ്പം എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്. ഈ പറഞ്ഞത് മലയാളം പോലും കറക്റ്റ് പറയാൻ കിട്ടാത്ത മലയാളം അക്ഷരമാല ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ ഈ പ്രാവശ്യം പുതിയ പാഠപുസ്തകത്തിൽ അക്ഷരമാല അടക്കം അച്ചടിച്ചു വന്നിട്ടുണ്ട്. മലയാളം പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ LKG UKG എല്ലാ പൊതുവിദ്യാലയങ്ങളിലും LKG UKG ആണ്. മലയാളം മീഡിയം നഴ്സറി ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാഷയ്ക്ക് മലയാളത്തിനായാലും ഇംഗ്ലീഷിനായാലും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കും. ഇപ്പം മലയാളത്തിന് ഇപ്പം നമ്മൾ അക്ഷരമാല വീണ്ടും കൊണ്ടുവന്നു, അത് നല്ല കാര്യം. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഇതുപോലെ വേണ്ടത്ര ശ്രദ്ധ വേണം. രണ്ടാമത്തെ കാര്യം എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാന സർക്കാർ പാഠ്യപദ്ധതി ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക. അതുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനകളെയും പ്രതിപക്ഷത്തു നിന്നുള്ള ബുദ്ധിജീവികളെയൊക്കെ ഒന്ന് ഡിസ്കഷൻ വിളിക്കുക. ഇപ്പോൾ ചർച്ചയില്ലാതെയാണ് എല്ലാ പാഠ്യപദ്ധതിയും നടപ്പിലാക്കണേ. കേന്ദ്രം NEP പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഈ കാവ്യവൽക്കരണമൊക്കെ കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസം. ആ മേഖലയിൽ വിദ്യാഭ്യാസത്ത് അതിൻ്റെ വിദഗ്ധരായുമായി ചർച്ച ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. NEPയുടെ വിഷയമായാലും കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണമായാലും പ്രതിപക്ഷത്തെ ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ QIP എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ ബോഡിയാണ്. അവിടെ ഹയർ സെക്കൻഡറി അധ്യാപകരില്ല. അപ്പോൾ ചർച്ചകൾക്ക്, ജനാധിപത്യത്തിൽ ചർച്ചകൾക്ക് പ്രാധാന്യമുണ്ട്. എന്തായാലും ചർച്ചകൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത്. വിദ്യാഭ്യാസ മേഖല ഏറെ അഭിമാനമുണ്ട് എന്ന് പറയുമ്പോഴും, ഇൻഡെക്സിൽ ഉയരത്തിലാണ് എന്ന് പറയുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരുപാട് വീഴ്ചകൾ, നമ്മുടെ പോരായ്മകൾ, ഇനിയെങ്കിലും അതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അധികാരികൾ അത് ശ്രദ്ധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യുകയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിസ്റ്റർ ജസ്മി, വർഗീസ് മാസ്റ്റർ, ബിന്ദു ടീച്ചർ, 3 പേരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.